മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെക്കൻഡ് ഡേ ആണ്, ജൂലൈ 8th. നമ്മളിവിടെ ഹീലോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണേ. ഇവിടുന്ന് 2 hours ഉണ്ട് ഡ്രൈവ്. അവിടെ ചെന്നിട്ട് ഫാർമേഴ്സ് മാർക്കറ്റ് കാണും, ലോക്കൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റെയിൻബോ ഫോൾസ്, ഒരു വാട്ടർ ഫോൾസ് ഉണ്ട്. പിന്നെ സിപ്പ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു, അതും ഒന്ന് നോക്കണം. പിന്നെ ബോയിലിംഗ് പോട്ട്സ്, അതവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, അങ്ങോട്ടേക്ക് ഇന്ന് രാവിലെ നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ ഹീലോയ്ക്ക് പോകുന്ന വഴിയാണ്. ഹൈവേ 11 ആണ് നമ്മൾ എടുക്കുന്നത്. രാവിലെ ഇതാ വോൾക്കാനിക് ഏരിയയൊക്കെ ഇങ്ങനെ കവർ ചെയ്താണ് അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മുടെ നാട്ടിലെ ബൊഗെയിൻ വില്ലയുണ്ട് ഇവിടെ റോഡ് സൈഡിലൊക്കെ. നാട്ടിലുള്ള മിക്കവാറും എല്ലാത്തരം ചെടികളും ഇവിടെ കാണുന്നുണ്ട്. വാഴയുടെയൊക്കെ ഇലകൾ നിറച്ച് ഈ കാറ്റാണ് എപ്പോഴും. അപ്പോൾ കാറ്റുള്ളത് കൊണ്ട് ഇലയെല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി നിൽപ്പുണ്ട്. കാറ്റില്ലാത്ത ഏരിയയിൽ ഇലയെല്ലാം നല്ലപോലെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ അവക്കാഡോയുടെ കുറേ ട്രീസ് ഉണ്ട്, അതെല്ലാം മേളിലായിട്ട് കിടപ്പുണ്ട്. മാവാണ് ഞാൻ കണ്ടത്, നിറച്ച് മാങ്ങയ, വർഷങ്ങളായിട്ടുള്ള മാവ്. തടിയുടെ വലിപ്പം കണ്ടാൽ അറിയാം. നിറച്ച് വലിയ വലിയ മാവുകൾ നിറച്ച് മാങ്ങയായിട്ട് കിടപ്പുണ്ട്. പിന്നെ കുറേയൊക്കെ റോഡ് സൈഡിലും വീണ് കിടക്കുന്നുണ്ട് ഈ പഴുത്ത മാങ്ങ. പിന്നെ തണൽ മരങ്ങൾ പോലെ ഒക്കെ രണ്ട് സൈഡിലും ചില ഏരിയയിൽ ഒരേ ടൈപ്പ് മരങ്ങൾ തന്നെയുണ്ട്. ഹീലോയ്ക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഹവായി ഞാൻ എപ്പോഴും ഒരു ഇൻട്രസ്റ്റഡ് ആണ്, ഈ ഐലൻഡൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. സോ ഈ ഹവായിയൻ ഐലൻഡ്സ് ഫോം ചെയ്ത് വോൾക്കാനിക് ആക്ടിവിറ്റി കൊണ്ടാണ്. ഹീലോയിലും എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം താമസിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈസ്റ്റേൺ സൈഡാണ് ഹീലോ. അങ്ങോട്ട് കഴിയുമ്പോഴേക്കും കണ്ടോ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് അവിടെ മഴയൊന്നുമില്ല. വോൾക്കാനിക് ഏരിയയുടെ അവിടെയൊക്കെ നിറച്ച് ഇച്ചിരി ചൂട് കൂടുതലാണ് അവിടെ. ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മുടെ നാട് പോലെയായി, മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 7-Eleven ഗ്യാസ് സ്റ്റേഷനാണ്. നമ്മളിവിടെ നിർത്തിയേക്ക് കുറച്ച് ഗ്യാസ് അടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഈ ഏരിയ ഒന്ന് കാണിക്കാം. കണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ വേലി കണ്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെമ്പരത്തി പൂവ്, നല്ല ഒരു പീച്ച് കളറുള്ള ചെമ്പരത്തി പൂവാണ് വേലിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ഹീലോ ടൗൺ. ഇറ്റ്സ് വെരി നൈസ്. നല്ല കമുകും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം മഴയെല്ലാം കഴിഞ്ഞ് നോക്കിപ്പോൾ നല്ല വെയിലായി. ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. മണി പ്ലാന്റ് എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള സകല സാധനങ്ങളും ഉണ്ട് ഇവിടെ. ശരിക്കും കേരളത്തിൽ ചെന്ന പോലൊരു ഫീലാണ് ഇവിടെ വന്നു കഴിയുമ്പോഴേ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഹീലോ ഡൗൺ ടൗണിലേക്ക് 4 miles എന്നാണ് ഞാൻ കണ്ടേ. പിന്നെ ഒരു എയർപോർട്ട് കണ്ടു. അത് ചെറിയൊരു എയർപോർട്ട് ഉണ്ട് ഇവിടെ. സൗത്ത് വെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി കാണാം, എനിക്ക് ഫ്രണ്ടിൽ കൂടെ ഒരു സൗത്ത് വെസ്റ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചെറിയ ഈ ഐലൻഡ് ഹോപ്പിംഗ് ചെയ്യുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഒരു ഐലൻഡിൽ വന്നിട്ട് അവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്യും. അവിടുത്തെ മേജർ അട്രാക്ഷനൊക്കെ കണ്ടിട്ട് അടുത്ത ഐലൻഡിൽ പോകും. അങ്ങനെ പോകുന്നവർക്ക് ഈ എയർപോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ചെറിയൊരു എയർപോർട്ടാണ്, വേറൊരു ഐലൻഡിൽ നിന്ന് ഈ ഐലൻഡിലോട്ട് പെട്ടെന്ന് വരാൻ പറ്റും. ഇപ്പം നമ്മളൊരു മെക്ഡോണൾഡ്സ് ഒക്കെ പാസ് ചെയ്തു. ഇവിടെ പ്രൊഡ്യൂസ് ഉണ്ട്, മീറ്റ് ഉണ്ട്, സീ ഫുഡ്, ബേക്കറി, അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ. സീ ഫുഡ് പ്രൊഡ്യൂസ് ഒക്കെ കിട്ടും. തിരിച്ചു പോകുമ്പം കയറി നോക്കിയാൽ അറിയാം സീ ഫുഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്, ഫ്രഷ് ആയിട്ടുള്ള. ബേ ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ. തെങ്ങൊക്കെ നിൽക്കുന്ന കേട്ടോ. ഫാർമേഴ്സ് മാർക്കറ്റാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ക്ലോത്ത്സ് ആണ് ഇവിടെ കാണുന്നത്.
ഇതേ ഇരിക്കുന്നു പഴമൊക്കെ. പഴം, കപ്ലങ്ങ, ഓമക്കായ്, അവക്കാഡോ, പൈനാപ്പിൾ എല്ലാം ഉണ്ട് കേട്ടോ. ഫാർമേഴ്സ് മാർക്കറ്റ്, ഹീലോ ലോക്കൽ ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഫ്രൂട്ട്സാണ്. പഴം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അവക്കാഡോ വാങ്ങിച്ചിട്ടുണ്ട് 3 എണ്ണം, $5. പിന്നെ നമ്മുടെ കടച്ചക്ക, ബ്രെഡ് ഫ്രൂട്ട്, അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മാംഗോസ്റ്റീൻ, ഇത് ലീച്ചി, പിന്നെ പപ്പായ ഉണ്ട്. പപ്പായ മാത്രം ഇച്ചിരി ലാഭമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വലിയ ലാഭമൊന്നുമില്ല, $1 ഒരു പപ്പായക്ക്. 4 വാങ്ങിച്ചിട്ടുണ്ട്. ചാമ്പയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 മാങ്ങ. ഈ 2 മാങ്ങയ്ക്കോടെ ഏതാണ്ട് $25 കേട്ടോ. നല്ല വിലയാണ് മാങ്ങയ്ക്ക്. എല്ലാത്തിനും ഭയങ്കര വിലയാണ്. ഇത്രയും സാധനത്തിന്, ഇത്രയും ഫ്രൂട്ട്സിന് $100 കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാന്നേ ഉള്ളൂ, ലോക്കലി ഗ്രോണ്. ബട്ട് പൈസ കുറവൊന്നുമില്ല കേട്ടോ. പ്ലുമേറിയ ഫ്ലവേഴ്സാണ് അതിൻ്റെ. പ്ലുമേറിയ അതിൻ്റെ ക്ലിപ്പോൺ ഉണ്ട്. സോ തലയിലൊക്കെ വെക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹൈബിസ്കസും ഉണ്ട്, ചെമ്പരത്തി കണ്ടോ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റിയലി നൈസ്. I guess because of the location, we're saying 2,000 feet off. നെക്സ്റ്റ് റെയിൻബോ ഫോൾസിലേക്കാണ് നമ്മൾ പോണേ. അത് കണ്ടപ്പോഴാണ് ഞാനിവിടെ കണ്ടു റെയിൻബോ ബ്രെഡ്. ഓക്കെ, ഇന്ന് എഴുതി വെച്ചേക്കുന്നത് റെയിൻബോ ബ്രെഡ്. ട്രൈ ചെയ്ത് നോക്കി അറിയാം എങ്ങനെയുണ്ടെന്ന്. സംടൈംസ് ഈ ടാറോയൊക്കെ യൂസ് ചെയ്യും ഡിഫറെൻറ്റ് കളർ. ഇവിടെ റെയിൻബോ ഫോൾസിൽ വന്നിരിക്കുക. ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രീ പാർക്കിങ്ങാണ്. പിന്നെ ആളുകൾ ഇങ്ങനെ 2 ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഇങ്ങനെയും പോകുന്നുണ്ട്, മേളിലോട്ടും പോകുന്നുണ്ട്. 2 സ്ഥലത്തും പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ ഫുള്ള് മാവാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ മാവ് ഉണ്ടെന്ന്. അതിൽ നോക്കി എന്ത് വലിയ മാവുകളാണ്. അപ്പം നടന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കും. ദൂരെന്ന് ഉള്ളിടത്തൊക്കെ നല്ല ചൂടും വെയിലും. ഈ മരം നിൽക്കുന്നിടത്തെല്ലാം തണലും. ഒരു ക്യാനപ്പി പോലെ. നോക്ക് എന്ത് രസമാണെന്നറിയോ. ഇവിടെ വന്ന് നിന്ന് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുവേ. അത്രയ്ക്ക് തണുത്ത കാറ്റും നല്ലൊരു ഫീലാണ് ഇവിടെ. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങിലോട്ടും ഉണ്ട് കേട്ടോ. അതൊന്ന് ഫ്രീ ആണ് എല്ലാം. ഹവായിലുള്ള ഹീലോയിലുള്ള ജാപ്പനീസ് ഗാർഡനാണ് കേട്ടോ ഇത്. എൻട്രൻസ് ഫീ ഒന്നുമില്ല. ആ ബേയിൽ കയറി കിടക്കുന്ന ബേയുടെ അങ്ങോട്ട് ആ സൈഡിലായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് കാണാം. ജസ്റ്റ് ഒരു സ്മോൾ വാക്ക്. എനിക്ക് സാൻ ഫ്രാൻസിസ്കോ കുറച്ചും കൂടെ നല്ലതാണ്. ജാപ്പനീസ് ഗാർഡനൊക്കെ അവിടെ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് എല്ലായിടത്തും ജാപ്പനീസ് ഗാർഡനൊക്കെ ഒരുപോലെ തന്നെയാണ് മെജോറിറ്റി പ്ലേസസിലും. അവിടെ നല്ല ഫ്ലവേഴ്സ് കാണും, കുറേ സ്ട്രക്ചേഴ്സ്, ഇങ്ങനത്തെ ബ്രിഡ്ജസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നല്ല ഭംഗി അതൊക്കെ കാണാനായിട്ട്. പിന്നെ വാക്ക് അറൗണ്ട് ചെയ്യാം. കുറച്ച് വെയിലുണ്ട്. നമ്മൾ ഉച്ചയായപ്പോഴും വന്നതുകൊണ്ടേ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെയൊരു സ്ട്രക്ചർ പോലെ ചെയ്തിരിക്കുന്ന അവരുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ രീതിയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഒരു ബ്രിഡ്ജ് പോലെ ചെയ്തേക്കുന്നത്. ലുക്സ് നൈസ്. ജസ്റ്റ് കുറച്ച് പോണ്ടും കുറച്ച് അവരുടെ നേറ്റീവ് ട്രീയും പ്ലാന്റ്സും ഒക്കെ. വളരെ ചെറിയൊരു ഏരിയ കേട്ടോ. ഈ മരം കാണുമ്പോൾ ആർക്കെങ്കിലും സ്കൂൾ ഓർമ്മ വരുന്നുണ്ടോ? ഇതിങ്ങനെ ഇതാണ് ഓഷൻ കേട്ടോ. ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഇതാണ് ഓഷൻ. എന്നിട്ട് ആളുകൾ ഇവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് ആ സൈഡിൽ നിന്ന്. നമുക്കിത് ക്രോസ് ചെയ്യാം. ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ.
അത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് വന്നേക്കുന്ന ഒരു ഗ്രില്ലിൽ. ഓക്കെ, സോ ബൊട്ടാണിക്കൽ വേൾഡ് അഡ്വഞ്ചേഴ്സ് നമ്മൾ കയറിയില്ല അവിടെ. കാരണം 23 ഏക്കേഴ്സ് ലാൻഡിൽ ഈ ചെടികളൊക്കെ നട്ടുവച്ചിരിക്കുന്ന, കയറുന്ന സ്ഥലത്ത് പ്ലാവും ചക്കയൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് ഒരു പാർക്ക് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന, നമ്മൾ അതിനകത്ത് കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 8 hours എങ്ങാണ്ടുണ്ട് നമ്മൾ തന്നെ സെൽഫ് ഗൈഡഡ് ടൂർ ആണെങ്കിൽ. ബട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വരാനാണെങ്കിൽ ഓൾമോസ്റ്റ് 2 hours എന്തോ വെച്ചിട്ട് ഗൈഡ് വെച്ചിട്ടൊരു ടൂറുണ്ട്. നമ്മളങ്ങനെ നേരത്തെ ഒന്നും ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്, വാട്ടർഫോൾസ് ഇതിലേക്കൂടെയൊക്കെ പോണത്. അത് 2:30. നമ്മൾ ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വാട്ടർഫോളാണ് കേട്ടോ സോഫാർ. ഭയങ്കര ഡീപ്പായിട്ട് താഴേക്കാണ് പോകുന്നത്. എനിക്ക് താഴെ കാണാൻ പറ്റണില്ല. സോ ബേസിക്കലി വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു ട്രെയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റെപ്സ് ഉണ്ട് കുറേ. അപ്പോൾ അതിൻ്റെ ടോപ്പ് കാണാം, വാട്ടർഫോൾസിൻ്റെ ടോപ്പ്. ആ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ പക്ഷേ നല്ല സേഫായിട്ടാണ് എല്ലാം ചെയ്തിട്ടേക്കുന്നത്. സോ നമുക്ക് പോയി കണ്ടിട്ട് വരാം. നല്ല വാട്ടർഫോൾസാണ്. ഇപ്പം ഇത്രയും കണ്ട വാട്ടർഫോൾസിൽ വെച്ച് ഇച്ചിരി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ടുള്ള ഡ്രോപ്പാണ് വാട്ടർഫോൾസിന്. റോഡിൽ നിന്ന് ഒരു സീനിക് റൗട്ട് 4 miles. ഇതൊരു ബ്ലാക്ക് സാൻഡ് ബീച്ചാണ് കേട്ടോ ഇവിടെ. ഇന്ന് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് പോകുന്ന വഴിയിലുള്ളൊരു ബീച്ചാണ്. പേര് ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന്. അതായത് കുറച്ച് ചെറിയൊരു ബീച്ച് ഏരിയയുള്ള, ഒത്തിരി വലിയ ബീച്ചൊന്നുമല്ല. അത് ഇവിടുത്തെ മണൽ മുഴുവൻ ഈ പാറ പിടിച്ച പോലത്തെ കറുത്ത മണ്ണ. അതുകൊണ്ട് അതിന് ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പേര്. ഇതാണ് കേട്ടോ ബ്ലാക്ക് സാൻഡ്